ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ ഹൈലൈറ്റ്. നമുക്ക് കോഗ്നോസിയുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ടാനിൻസ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടൻസ് ടാനിൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. കണ്ടൻസ് ടാനിൻസ് നോൺ ഹൈഡ്രോലൈസബിൾ ടാനിൻസ് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ ടെറാകാർപ്പസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റ് ഗീവ്സ് ഓപ്ഷൻ എ വയലറ്റ്, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി റെഡ് ആൻഡ് ഓപ്ഷൻ ഡി ബ്ലാക്ക് കളർ. ടെറോകാർപ്പസ് എന്ന് പറയുന്നത് ഒരു ടാനിൻ തന്നെയാണ്. അത് നമ്മൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പം കിട്ടുന്ന കളർ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റിൽ വരുന്നതാണ് ഈ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള ഒരു റിയാക്ഷൻ. അപ്പം ടെറോകാർപ്പസിനെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പം നമുക്ക് വയലറ്റ് കളറാണ് കിട്ടുന്നത്. അപ്പം ആ വയലറ്റ് കളർ കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ടെറോകാർപ്പസ് ആണെന്ന്. Next question. Gambier fluorescein is associated with option A Arjuna, option B pale catechu, option C black catechu and option D Ashoka. അപ്പം ഗാംബിയർ ഫ്ലൂറസെൻ ടെസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ്. അത് ആരാണ് പോസിറ്റീവായിട്ട് തരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ പേൽ കാറ്റച്ചുവിൽ ഗാംബിയർ ഫ്ലൂറസിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കമ്പോണൻ്റാണ് ഈ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഗാംബിയർ ഫ്ലൂറസിൻ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത് പേൽ കാറ്റച്ചുവിനായിരിക്കും. കാരണം പേൽ കാറ്റച്ചുവിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഗാംബിയർ ഫ്ലൂറസിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഈ കമ്പോണൻ്റാണ് നമുക്ക് ഫ്ലൂറസെൻസ് തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പോസിഷൻ ഓഫ് മോളിഷ് റിയേജൻറ്റ്. മോളിഷ് റിയേജൻറ്റിൻ്റെ കമ്പോസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. മോളിഷ് റിയേജൻറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. യൂഷ്വലി നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് ഏതാണ്? നമ്മൾ ഒന്നെങ്കിൽ മോളിഷ് റിയേജൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യൂ എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. ഏതാണ് ആ രണ്ട് ഐറ്റംസ്? ആൽഫ നാഫ്തോൾ സൾഫ്യൂരിക് ആസിഡ് ആണോ, ബീറ്റ നാഫ്തോൾ സൾഫ്യൂരിക് ആസിഡ് ആണോ, നാഫ്തൈലമീൻ സൾഫ്യൂരിക് ആസിഡ് ആണോ, ഫീനോൾ സൾഫ്യൂരിക് ആസിഡ് ആണോ? എല്ലാത്തിലും സൾഫ്യൂരിക് ആസിഡ് ഉണ്ടല്ലേ. അപ്പോൾ ആൻസർ ആൽഫ നാഫ്തോൾ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതാണ് മോളിഷ് റിയേജൻറ്റിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മളോട് പറയാറില്ലേ ആൽഫ നാഫ്തോൾ ഒഴിക്കുക, അതിനുശേഷം ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് കൂടെ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് മോളിഷ് ടെസ്റ്റ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മോളിഷ് റിയേജൻറ്റിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആൽഫ നാഫ്തോൾ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിനോണിം ഓഫ് ഗ്വാർഗം. ഗ്വാർഗമിൻ്റെ സിനോണിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജാഗ്വാർ ഗം, ഓപ്ഷൻ ബി അക്കേഷ്യ, ഓപ്ഷൻ സി ഗം അക്കേഷ്യ, ഓപ്ഷൻ ഡി ഗം അറബിക്ക. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഗ്വാർഗമ്മും ജാഗ്വാർ ഗമ്മും. ജാഗ്വാർ ഗമ്മിൽ ഓൾറെഡി ഒരു ഗ്വാർഗം ഉണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ജാഗ്വാർ ഗമ്മാണ്. ജാഗ്വാർ ഗമ്മാണ് ഗ്വാർഗമ്മിൻ്റെ സിനോണിം. Next question. Artificial inward sugar is an adulterant for honey and is detected by option A tolerance test, option B Ninhydrin test, option C Baljet test and option D Fees test. അപ്പം നമ്മുടെ ഹണിയെ യൂഷ്വലായിട്ട് അഡൾട്ടർ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? ഇൻവേർട്ട് ഷുഗർ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഇൻവേർട്ട് ഷുഗറിനെ നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും? സിംപ്ലി പറഞ്ഞാൽ ഹണി അഡൾട്ടറേഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് ഏത് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, നിൻഹൈഡ്രിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡിൻ്റെ കേസിലാണ്. ബാൾജറ്റ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ. ഗ്ലൈക്കോസൈഡിൻ്റെ കേസിൽ, കാർഡിയാക് ഗ്ലൈക്കോസൈഡിൻ്റെ കേസിൽ പഠിച്ചായിരുന്നു. അപ്പം ഹണിയുടെ കേസിൽ അഡൾട്രേഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഫീസ് ടെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഇൻവേർട്ട് ഷുഗറിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത് ഫീസ് ടെസ്റ്റ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ സോലുബിൾ പോർഷൻ ഓഫ് ട്രഗകാന്ത്. ട്രഗകാന്തിൻ്റെ വാട്ടർ സോലുബിൾ പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രഗകാന്തിന് രണ്ട് പോർഷനാണ് മെയിനായിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ട് കമ്പോണൻറ്റ് അല്ലെങ്കിൽ രണ്ട് കോൺസ്റ്റുവൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ട്രഗകാന്തിനും ബാസോറിനും. ഇതിൽ വാട്ടർ സോലുബിൾ പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രഗകാന്തിൻ ആയിരിക്കും. വാട്ടർ സോലുബിൾ പോർഷൻ ഓഫ് ട്രഗകാന്ത് ഈസ് ട്രഗകാന്തിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെക്റ്റിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എ അൾസർ, ഓപ്ഷൻ ബി ഹൈപ്പർടെൻഷൻ, ഓപ്ഷൻ സി ആൻജൈന ആൻഡ് ഓപ്ഷൻ ഡി ഡയേറിയ. പെക്റ്റിൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പെക്റ്റിൻ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഡയേറിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഇസപ്പാഗോൾ. ഇസപ്പാഗോളിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്ലന്റാഗോ ഒവാറ്റ, ഓപ്ഷൻ ബി ഈഗിൾ മാർമലോസ്, ഓപ്ഷൻ സി ജിലാഡീനിയ മമാൻസി ആൻഡ് ഓപ്ഷൻ ഡി കോൺട്രസ് ക്രിസ്പസ്. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഇസപ്പാഗോൾ എന്ന് പറയുന്നത് പ്ലന്റാഗോ ഒവാറ്റയാണ്. ഇസപ്പാഗോൾ സീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ പ്ലന്റാഗോ ഒവാറ്റ ആയിരിക്കും.
നെക്സ്റ്റ് അമേലം ഈസ് ദ സിനോണിം ഓഫ്. എളുപ്പമാണല്ലേ. അമേലം എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ട്രഗകാന്താണോ, സ്റ്റാർച്ച് ആണോ, ഇനുലിനാണോ, ലോക്കസ് ബീൻ ആണോ? സ്റ്റാർച്ച് ആണ് അല്ലേ. അമേലം എന്ന് പറയുന്നത് സ്റ്റാർച്ചിൻ്റെ സിനോണിമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർച്ച് കണ്ടെയ്ൻ അമേലേസ് ആൻഡ് അമീലോപെക്റ്റിൻ ഇൻ ദ റേഷ്യോ. നമുക്കറിയാം സ്റ്റാർച്ചിൽ അമേലേസും ഉണ്ട് അമിലോപെക്റ്റിനും ഉണ്ട്. അത് ഏത് റേഷ്യോയിലാണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1:2, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 1:3 ആൻഡ് ഓപ്ഷൻ ഡി 2:1. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1:2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് യൂസ് ചെയ്യാത്ത ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ മോളിഷ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഓസസോൺ ടെസ്റ്റ്, ഓപ്ഷൻ സി നിൻഹൈഡ്രിൻ ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി റിസോർസിനോൾ ടെസ്റ്റ്. മോളിഷ് ടെസ്റ്റും ഓസസോൺ ടെസ്റ്റും റിസോർസിനോൾ ടെസ്റ്റും നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് യൂസ് ചെയ്യുന്നതാണ്. നിൻഹൈഡ്രിൻ നമ്മൾ അമിനോ ആസിഡിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. സോ നിൻഹൈഡ്രിൻ ടെസ്റ്റാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, സിനോണിം ഓഫ് ലാക്ടോക്സ്. അതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാക്ടോസിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? മിൽക്ക് ഷുഗർ ആണോ, ബട്ടർ ഷുഗർ ആണോ, ക്രിസ്റ്റലൈൻ ഷുഗർ ആണോ, പ്യുവർ ഷുഗർ ആണോ? ലാക്ടോസിനെ നമ്മൾ മിൽക്ക് ഷുഗർ എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. സിനോണിം ഓഫ് ലാക്ടോസ് ഈസ് മിൽക്ക് ഷുഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ സോഴ്സ് ഓഫ് അഗർ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അക്കേഷ്യ അറബിക്ക, കോൺട്രസ് ക്രിസ്പസ്, ജെലീഡിയം അമാൻസി ആൻഡ് അസ്ട്രാഗാലസ് ഗമ്മിഫർ. അസ്ട്രാഗാലസ് ഗമ്മിഫർ ട്രഗകാന്തിൻ്റെയാണ്. അക്കേഷ്യ അറബിക്ക അക്കേഷ്യയുടെയാണ്. നമ്മുടെ അഗറിൻ്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ജെലീഡിയം അമാൻസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് വിച്ച് ഈസ് നോട്ട് അണ്ടർ ദ ക്ലാസ് ഓഫ് ഓർഗനൈസ്ഡ് ഡ്രഗ്. ഓർഗനൈസ്ഡ് ഡ്രഗ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഗംസ്. നമ്മൾ മനസ്സിലാക്കുക, നമുക്കറിയാമായിരിക്കും ലീവ്സും ഫ്ലവേഴ്സും സീഡ്സും അങ്ങനെയൊക്കെ വരുന്നതെല്ലാം ഓർഗനൈസ്ഡ് ഡ്രഗാണ്. പക്ഷേ ഗംസ് ഒന്നും ഓർഗനൈസ്ഡ് ഡ്രഗ് കാറ്റഗറി വരത്തില്ല. അത് നോൺ ഓർഗനൈസ്ഡ് ആണ് അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഗമ്മാണ്. അത് ഓർഗനൈസ്ഡ് ഡ്രഗ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ഈസ് നോട്ട് അണ്ടർ ദ സീഡ് ക്ലാസ്. സീഡ് ക്ലാസ്സിൽ വരാത്ത ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നക്സ്വോമിക്ക, ഓപ്ഷൻ ബി ഡിജിറ്റാലിസ്, ഓപ്ഷൻ സി സ്ട്രോഫാൻതസ് ആൻഡ് ഓപ്ഷൻ ഡി ഇസഫാഗോൾ. ഇസഫാഗോൾ, നക്സ്വോമിക്ക ഒക്കെ നമ്മൾ സീഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിജിറ്റാലിസിൻ്റെ കേസ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലീവ്സ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സീഡ് ക്ലാസ്സിൽ വരത്തില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഡിജിറ്റാലിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് എസ് എക്സ്പെക്ടോറൻറ്റ്. എക്സ്പെക്ടോറൻ്റായിട്ട് യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പിക്കാക്വാന, വസാക്ക, ലിക്വറൈസ് ആൻഡ് അട്രോപ്പിനാണ് ഓപ്ഷന് വന്നിരിക്കുന്നത്. ലിക്വറൈസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ എക്സ്പെക്ടോറൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അട്രോപ്പിൻ നമ്മൾ എക്സ്പെക്ടോറൻ്റായിട്ട് യൂസ് ചെയ്യത്തില്ല. ബാക്കി ഈ ഓപ്ഷൻ തന്നിട്ടുള്ള എല്ലാം നമ്മൾ എക്സ്പെക്ടോറൻ്റായിട്ട് യൂസ് ചെയ്യും. പക്ഷേ അട്രോപ്പിൻ നമ്മൾ എക്സ്പെക്ടോറൻ്റായിട്ട് യൂസ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റി മലേറിയൽ ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അശ്വഗന്ധ, ഓപ്ഷൻ ബി തുളസി, ഓപ്ഷൻ സി ജിൻസങ് ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിമിസിയ. ഏതായിരിക്കും? നമ്മൾ ആർട്ടിമിസിനിൻ എന്ന് പറയുന്ന ഡ്രഗ് ഒക്കെ കെമിസ്ട്രിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, കോളേജിലും ഒക്കെ പഠിക്കുന്നതാണ്. അത് ആർട്ടിമിസിയയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ആൻറ്റി മലേറിയൽ ഡ്രഗ് എന്ന് പറയുന്നത് ആർട്ടിമിസിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലവർ ബഡ് ഓഫ് ഡ്രഗ് ഷോവിങ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഓർ മെഡിസിനൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഫ്ലവർ ബഡ് നമ്മൾ ഏതിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്? സാഫ്രോണിൻ്റെ കേസിലാണോ, ക്ലോവിൻ്റെ കേസിലാണോ, സെന്നയുടെ കേസിലാണോ, കാരവയുടെ കേസിലാണോ? നമുക്കറിയാം അല്ലേ, ക്ലോവിൻ്റെ കേസിൽ നമ്മൾ ഫ്ലവർ ബഡാണ് യൂസ് ചെയ്യുന്നത്. ഡെൻ്റൽ ഹൈജീനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലോവ് എന്ന് പറയുന്നത് ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് ക്ലോവ്. ക്ലോവിൻ്റെ കേസിൽ നമ്മൾ ഫ്ലവർ ബഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ക്ലോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ദ ബയോളജിക്കൽ സോഴ്സ് ഓഫ് സിങ്കോണ. സിങ്കോണയുടെ ബയോളജിക്കൽ സോഴ്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം നോക്കുക, ഈ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് എന്നാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്, ആൻസർ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സിങ്കോണ കാലിസായ, സിങ്കോണ ഒഫിസിനാലിസ്, സിങ്കോണ സക്സിറൂബ്ര ആൻഡ് സിങ്കോണ ഇൻഡിക്ക. നമ്മൾ സിങ്കോണയുടെ ബയോളജിക്കൽ സോഴ്സ് പറയുമ്പോൾ സിങ്കോണ കാലിസായ പറയാറുണ്ട്, സിങ്കോണ ഒഫിസിനാലിസ് പറയാറുണ്ട്, സിങ്കോണ സക്സിറൂബ്രയും പറയാറുണ്ട്. പക്ഷേ സിങ്കോണ ഇൻഡിക്ക പറയാറില്ല. സോ അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ഇപ്പിക്കാക്. ഇപ്പിക്കാക്കിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ സ്റ്റിമുലൻ, ഓപ്ഷൻ ബി എമിറ്റിക്, ഓപ്ഷൻ സി സെഡേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി കാമിനേറ്റീവ്. ഇപ്പിക്കാക്ക് ഒരു ഫേമസ് എമിറ്റിക് ഏജൻ്റ് ആണ്. എമിസിസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഏജൻ്റ് ആണ് ഇപ്പിക്കാക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ കോളേജിലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ. പ്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് നമ്മളൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ താലിയോക്കിൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി വിറ്റാലിക് ടെസ്റ്റ്, ഓപ്ഷൻ സി ബയോറെറ്റ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ സി മിലൻസ് ടെസ്റ്റ്. താലിയോക്കിൻ ടെസ്റ്റ് നമ്മൾ ക്വിനോളിൻ ആൽക്കലോയിഡിൻ്റെ കേസിലാണ് ചെയ്യുന്നത്. ബയോറെറ്റ് ടെസ്റ്റ് പ്രോട്ടീൻസിൻ്റെ കേസിലാണ്. മിലൻസ് ടെസ്റ്റും പ്രോട്ടീൻസ് അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ കേസിലാണ് ചെയ്യുന്നത്. പക്ഷേ വിറ്റാലിക് ടെസ്റ്റ്, അതായത് വിറ്റാലി മോറിൻ ടെസ്റ്റ് നമ്മൾ ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സിൻ്റെ കേസിലാണ് ചെയ്യുന്നത്. അട്രോപ്പ ബെലഡോണ പോലെയുള്ള ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സിൻ്റെ കേസിലാണ് നമ്മൾ വിറ്റാലി ടെസ്റ്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ വിറ്റാലി ടെസ്റ്റ്. നെക്സ്റ്റ്, നാച്ചുറലി ഒക്കോറിങ് കാർമിനേറ്റീവ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അസഫോയിറ്റിഡ, ഓപ്ഷൻ ബി അശോക, ഓപ്ഷൻ സി അർജുന ആൻഡ് ഓപ്ഷൻ ഡി അഗർ. ഇതിൽ കാർമിനേറ്റീവ് എന്ന് പറയുന്നത് അസഫോയിറ്റിഡയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് ആയുർവേദിക് പ്രിപ്പറേഷൻ ഈസ് കോൾഡ് ആസ്. ഡീടോക്സിഫിക്കേഷൻ ഓഫ് ആയുർവേദിക് പ്രിപ്പറേഷൻ ഏത് പ്രോസസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ റിഫൈനിങ്, ഓപ്ഷൻ ബി കോൺസെൻട്രേഷൻ, ഓപ്ഷൻ സി ഇൻസിനറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ശോധന. ശോധന ആൻഡ് മാർണ, അങ്ങനെ 2 പ്രോസസ് ഉണ്ട്. സോ ശോധന പ്രോസസ്സ് വഴിയാണ് നമ്മൾ ആയുർവേദിക് പ്രിപ്പറേഷൻ്റെ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ശോധന. നെക്സ്റ്റ്, പ്ലാന്റ് ഡ്രഗ് യൂസ്ഫുൾ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗൗട്ട്. ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ കോൾസിസിൻ, ഓപ്ഷൻ ബി ഗോക്രൂ, ഓപ്ഷൻ സി റവോൾഫിയ ആൻഡ് ഓപ്ഷൻ ഡി എർഗോട്ട്. ഏതാണ്? നമ്മുടെ കോൾസിക്കം ഓട്ടംനീൽ, അതിൽ നിന്ന് കിട്ടുന്ന കോൾസിസിൻ ആണ് നമ്മൾ ഗൗട്ടിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഗൗട്ടിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ഡ്രഗ് ആണല്ലേ കോൾസിസിൻ. അപ്പോൾ കോൾസിസിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോപ്പുലർലി കോൾഡ് ആസ് ക്രോ ഫിഗ്. ക്രോ ഫിഗ് എന്ന് പറയുന്ന എന്തിനെയാണ്, അല്ലെങ്കിൽ ക്രോ ഫിഗ് എന്തിൻ്റെ സിനോണിമാണ്? ഓപ്ഷൻ എ നക്സ്വോമിക്ക, ഓപ്ഷൻ ബി അക്കോണൈറ്റ്, ഓപ്ഷൻ സി കോൾസിക്കം ആൻഡ് ഓപ്ഷൻ ഡി റവോൾഫിയ. ഏതാണെന്നറിയാമോ? ക്രോ ഫിഗ് എന്നറിയപ്പെടുന്നത് നക്സ്വോമിക്കയാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആൽക്കലോയിഡ്സിലെ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ടാനിൻസ് ഒക്കെ അല്ലേ. ടാനിൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നോക്കിയത്. പിന്നെ കൂടുതലും ഇവിടെ കുറച്ച് സിനോണിം നമ്മൾ നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കിയത്. ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.